ഇന്നത്തെ ക്യാമ്പസ് ടൈമില് MES പൊന്നാനി കോളേജാണ്. MES പൊന്നാനി കോളേജിൽ പഠിക്കുന്നവർക്കും പഠിച്ചവർക്കും പഠിപ്പിക്കുന്നവർക്കും അനധ്യാപകർക്കും എല്ലാം ഈ പരിപാടിയിൽ പങ്കെടുക്കാം. വിളിക്കേണ്ട നമ്പർ 0487170066. അപ്പൊ MES പൊന്നാനി എന്നുള്ള അധീക്ഷണ ക്യൂ നിൽക്കുകയാണ് ഇപ്പൊ. വന്ന് വിശേഷം പറയാം. നമുക്ക് സംസാരിച്ചു തുടങ്ങാം അല്ലേ? നിരാശപ്പെടുത്തണ്ടായിരുന്നു. ഹലോ, ക്യാമ്പസ് ടൈമിലേക്ക് സ്വാഗതം. താങ്ക് യു. ആരാ സംസാരിക്കുന്നേ? ഹിബ. ഹിബ അവിടെ പൊന്നാനി MES ഇപ്പൊ പഠിക്കും? ഫസ്റ്റ് ഇയറിന് പഠിച്ചോണ്ടിരിക്കാണ്. ഏതാ വിഷയം? ഞാൻ BA എക്കണോമിക്സാ. ഇപ്പൊ ഫസ്റ്റ് ടൈം കഴിയാറായോ? കഴിയാറായിട്ട് തുടങ്ങിയിട്ടുള്ളൂ. ഫസ്റ്റ് ടൈം കഴിയാറായി. അപ്പൊ എന്താ കോളേജിനെ കുറിച്ചിട്ട് അഭിപ്രായം ഹിബ? MES കോളേജ് എന്ന് പറയുമ്പോൾ നല്ലൊരു കോളേജാണ്. MES ഞാനവിടെ വന്നപ്പോ തന്നെ നല്ലൊരു ഇതായിരുന്നു, സ്വീകരണമായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും. എന്തൊക്കെയാ? നല്ല പ്രകൃതി രമണീയതയുള്ളൊരു സ്ഥലമാണ് MES പൊന്നാനി കോളേജ്. സീനിയേഴ്സ് എന്ത് സ്വീകരണം തന്നു ഹിബ? സീനിയേഴ്സ് നല്ല സ്വീകരണമായിരുന്നു. നിങ്ങളെ കൊണ്ട് പാഠം പഠിച്ചോ? അത് യൂണിയൻ ഇനോഗ്രേഷൻ കഴിഞ്ഞ ആഴ്ചയായിരുന്നു. അവിടുത്തെ ടീച്ചേഴ്സ് ഒക്കെ നല്ല സപ്പോർട്ടായിരുന്നു. എല്ലാത്തിനും നല്ല സപ്പോർട്ടാണ്. പിന്നെ നല്ല എന്തൊക്കെ നല്ല സ്ഥലങ്ങളുണ്ട്? ക്യാൻറ്റീൻ ഉണ്ടോ? ക്യാൻറ്റീനാണ് അവർക്ക് പ്രധാനപ്പെട്ടത്. അതെയോ? കണ്ടോ? ക്യാൻറ്റീനിൽ എന്താണ് സ്പെഷ്യൽ? എല്ലാതും ഉണ്ട്. എല്ലാതും ഉണ്ടോ? എന്താ ഷീബ അവിടെ പോയി? ഷീബയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എന്താണ്? ക്യാൻറ്റീനിൽ പോയി എന്താ കഴിക്കാറ്? ബട്ടർ, പിന്നെ സമൂസ, പിന്നെ അവിടുത്തെ കടൽ അവിടെ എടുത്താണ്. അപ്പൊ അതുകൊണ്ട് എന്തൊക്കെ സ്പെഷ്യൽ വിഭവങ്ങളുള്ളത്? കടല് കണ്ട് കഴിക്കുന്നാണോ പറഞ്ഞത്? കാണുവോ കടല് കോളേജിൽ നിന്നാലേ? കോളേജിൽ നിന്ന് കാണൊക്കെ ചെയ്യും. പിന്നെന്താ? കോളേജിൽ നിന്ന് കാണൊക്കെ ചെയ്യും. പിന്നെ എന്തോ ഒരു സംശയം പോലെ. കുറച്ചപ്പുറത്താണ്. ശരി, തൊടാൻ പറ്റിയാന്ന് ഇല്ല. അപ്പൊ ഇഷ്ടായി കോളേജ്? ഞങ്ങൾക്ക് ഇഷ്ടമില്ല. ഹയർ സെക്കൻഡറി തന്നെയാണ് പഠിച്ചിരുന്നത്. MES ഹയർ സെക്കൻഡറിയിലായിരുന്നു പഠിച്ചിരുന്നത്, പൊന്നാനി തന്നെ. അപ്പൊ അവിടെ തൊട്ടടുത്താണ് കടല്. ഇവിടെ എത്ര ദൂരം ഉണ്ടെന്നുള്ളത് എത്ര മനസ്സിലായില്ല. അവിടുന്ന് കുറച്ച് അങ്ങോട്ട് വരണമെന്നുള്ളൂ. തരില്ല. കാണാൻ പറ്റിയാന്ന് മനസ്സിലായി ഇപ്പൊ പറഞ്ഞു വന്നപ്പോ. ഞാൻ MES കോളേജിൽ നിന്ന് വന്നപ്പോ എനിക്ക് വിളിക്കാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ഇനി വരുന്ന 2 വർഷം നന്നായിട്ട് ഉപയോഗിക്കുക കോളേജില്. നല്ല സപ്പോർട്ടാണ് ടീച്ചറൊക്കെ. ടീച്ചറിനെ സോപ്പിടണല്ലോ എന്തായാലും. 2 കൊല്ലം വിളിച്ചല്ലോ. പാട്ട് വെക്കില്ലേ? എന്തായാലും ക്യാമ്പസ് ടൈമിൽ എത്തിയതിന് വളരെയധികം സന്തോഷമുണ്ട്. താങ്ക് യു വെരി മച്ച് കേട്ടോ. അല്ല നമുക്ക് MES പൊന്നാനിയുടെ കൂടുതൽ വിശേഷങ്ങള് പ്രിൻസിപ്പലിൽ നിന്ന് തന്നെ അറിയണ്ടേ? അതെ. അപ്പൊ നമുക്ക് പ്രിൻസിപ്പലിന്റെ വാക്കുകൾ ആദ്യം ശ്രദ്ധിക്കാം. ഹലോ, ക്യാമ്പസ് ടൈമിലേക്ക് സ്വാഗതം. ഹലോ, എന്റെ പേര് മുഹമ്മദ് ഉണ്ണി അലിയാസ് ബേബി. ഞാൻ MES പൊന്നാനി കോളേജ് പ്രിൻസിപ്പളാണ്. 31 കൊല്ലമായി ഞാൻ ഇവിടെ അധ്യാപകനായിട്ട് ജോലി ചെയ്യുന്നു. 6 കൊല്ലമായിട്ട് കോളേജിന്റെ പ്രിൻസിപ്പളാണ്. ഏത് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു സർ? ഞാൻ വർക്ക് ചെയ്തിരുന്നത് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിലാണ്. കോളേജ് MES പൊന്നാനി കോളേജ് സ്റ്റാർട്ട് ചെയ്തത് 1968 വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു പ്രദേശമായിരുന്നു അക്കാലത്ത് പൊന്നാനി. പക്ഷെ പൊന്നാനിക്ക് വലിയൊരു പൈതൃകമുണ്ട്. കലാ സാംസ്കാരിക രംഗത്ത്, മതരംഗത്തും രാഷ്ട്രീയ രംഗത്തൊക്കെ തന്നെ ശോഭിച്ചു നിന്നിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു പൊന്നാനിക്ക്. പക്ഷെ പിന്നീട് 20ാം നൂറ്റാണ്ടിന്റെ പകുതിക്ക് ശേഷം ഇതിലൊക്കെ തന്നെ ഒരു മാറ്റം വന്നു. ചരിത്രസ്മൃതികളിൽ മാത്രം പൊന്നാനി സ്മരണകളിൽ മാത്രം അറിയപ്പെട്ടുന്ന ഒരു രീതിയായിരുന്നു പിന്നീട് ഉണ്ടായിരുന്നത്. ഈ സമയത്താണ് ഈ പ്രദേശം, പ്രത്യേകിച്ച് പൊന്നാനി കടലോരം അല്ലെങ്കിൽ പൊന്നാനി സമീപ പ്രദേശങ്ങളിലെ കടലോരങ്ങളിൽ കൂടുതൽ മുസ്ലിം കമ്മ്യൂണിറ്റിയാണ് കൂടുതലുള്ളത്. ഒരു സമൂഹത്തിന്റെ ഉന്നമനത്തിന് വിദ്യാഭ്യാസം അനിവാര്യമാണെന്ന് മനസ്സിലാക്കിയ
വിസർജനം അതേപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തനായിരുന്ന ഡോക്ടർ ടി കെ അബ്ദുൽ ഗഫൂർ. അദ്ദേഹമാണ് മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിച്ചത്. ഈ മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ നേതൃത്വത്തില് ഇവിടുത്തെ സാമൂഹ്യ പ്രവർത്തകരും അന്ന് മന്ത്രിയായിരുന്ന പൊന്നാനിക്കാരനും ആയിരുന്ന ഇൻഡിറ്റ് ബാവയുടെ ഒക്കെ സഹകരണത്തോടും സഹായത്തോടു കൂടിയാണ് ഈ കോളേജ് ഇവിടെ സ്ഥാപിതമായത്. ഈ കോളേജ് സ്ഥാപിക്കപ്പെടുമ്പോ 100-ൽ പരം വിദ്യാർത്ഥികൾ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ തന്നെ അന്ന് വളരെ കുറവ് എണ്ണം പെൺകുട്ടികൾ ഉണ്ടായിരുന്നുള്ളൂ. അതില് മുസ്ലിം പെൺകുട്ടികളുടെ എണ്ണം വിരലിൽ എണ്ണാവുന്നവർ മാത്രമായി. ഇപ്പൊ അതിനും മാറ്റം സംഭവിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും മാറ്റം സംഭവിച്ചു. കാരണം ഈ പ്രദേശത്ത് തന്നെ വിദ്യാഭ്യാസത്തിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി കൊടുത്തത്, പ്രത്യേകിച്ച് ഇങ്ങനത്തെ വിദ്യാഭ്യാസത്തിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി കൊടുത്തത് MES കോളേജ് സ്ഥാപിച്ചതുകൊണ്ടാണ്. ഇന്ന് 1000-ലധികം വിദ്യാർത്ഥികൾ ഇവിടെ ഉണ്ട്. ഡിഗ്രി കോഴ്സുകളും PG കോഴ്സുകളായിട്ടുള്ള കോഴ്സുകളിൽ 5 PG കോഴ്സുകളും 7 ഡിഗ്രി കോഴ്സുകളും ഉണ്ട്. ഇതില് 1000-ലധികം വിദ്യാർത്ഥികൾ ഉള്ളതില് വളരെ കൂടുതൽ പെൺകുട്ടികളാണ് ഉള്ളത്. അതിലും മേജർ പെൺകുട്ടികളിൽ തന്നെ ഏറ്റവും കൂടുതൽ മുസ്ലിം പെൺകുട്ടികളാണ്. ഏതൊക്കെ PG കോഴ്സാണ് സാർ ഉള്ളത്? ഇവിടെ ഉള്ളത് ഒന്ന് MCOM, MA എക്കണോമിക്സ്, ഫിസിക്സ്, ഇലക്ട്രോണിക്സ്, പിന്നെ വളരെ അത്യപൂർവ കോഴ്സുകൾ 2 PG ഇവിടെ ഉണ്ട്. ഒന്ന് അപ്ലൈഡ് ജിയോളജി, മറ്റൊന്ന് അക്വാകൾച്ചർ ആൻഡ് ഫിഷറി മൈക്രോബയോളജി. ഈ 2 ഡിപ്പാർട്ട്മെന്റുകളും യൂണിവേഴ്സിറ്റി അംഗീകൃത റിസർച്ച് സെന്ററുകൾ കൂടിയാണ്. അത് ശരി. അപ്പൊ ഈ ഇതിലേക്ക് കുട്ടികളുടെ താല്പര്യം എങ്ങനെയാണ്? ഇപ്പൊ ഈ അപ്ലൈഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് കൂടുന്നുണ്ട് ഇപ്പൊ ഈ അടുത്ത കാലത്തായിട്ട്? തീർച്ചയായിട്ടും. കാരണം ഇപ്പൊ ഈ ജിയോളജി പറഞ്ഞല്ലോ, ഈ ജിയോളജി കോഴ്സിന്റെ പ്ലേസ്മെന്റ് റേറ്റ് 100% ആണ്. കുട്ടികളൊക്കെ തന്നെ പ്ലേസ്ഡ് ആയിട്ട് പോയിട്ടുണ്ട്. അപ്പൊ അത് ഈവൻ PG കഴിയുമ്പോഴേക്കും എല്ലാവരും പ്ലേസ്മെന്റ് കിട്ടിപ്പോകുന്നു. ഈ മറ്റേ അക്വാകൾച്ചർ ആൻഡ് ഫിഷറി മൈക്രോബയോളജിന് വളരെ കൂടുതൽ സെൽഫ് എംപ്ലോയ്മെന്റിന് വളരെ കൂടുതൽ ആപ്ലിക്കേഷൻ ഉള്ളതാണ്. കാരണം കടലോര മേഖലയാണ്, കായലോരമാണ്. രണ്ടും കൂടി വരുമല്ലോ. ഫിഷ് ഫാമിങ്ങിന് രണ്ടും പറ്റുമല്ലോ. പിന്നെ ധാരാളം കുളങ്ങളും ഇതൊക്കെ ഉള്ള സ്ഥലമാണ്. പക്ഷെ ഈ അതിനൊക്കെ വരുന്നത് ഇവിടുത്തുകാർ മാത്രമല്ല, ദൂരെ നിന്നുള്ള കുട്ടികളും കൂടി അതിന് അത്തരം കോഴ്സുകൾക്ക് അഡ്മിഷൻ എടുത്ത് വരുന്നുണ്ട്. അപ്പൊ ഹോസ്റ്റൽ സൗകര്യം ഉണ്ടോ? തീർച്ചയായിട്ടുണ്ട്. പെൺകുട്ടികൾക്കും ഉണ്ട്, ആൺകുട്ടികൾക്ക് ഹോസ്റ്റൽ സൗകര്യമുണ്ട്. ഇനിയിപ്പോ വലിയൊരു ലേഡീസ് ഹോസ്റ്റലിൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, VGCയുടെ അസിസ്റ്റൻസ്. അപ്പൊ ക്യാമ്പസ് ഏരിയ വലിയ ക്യാമ്പസ് ആണോ സർ? 26 ഏക്കർ ഭൂമിയുണ്ട് ഞങ്ങൾക്ക്. അപ്പൊ വളരെ വിശാലമായിട്ടുള്ള ഒരു ക്യാമ്പസ്. വളരെ വിശാലമായ, വളരെ സുന്ദരമായ ഒരു കടൽ തീര ഗ്രാമം പോലെയുള്ള പക്ഷികളും ധാരാളം പക്ഷികളൊക്കെ ചേക്കേറുന്ന ഒരു ആയി മാറിയിട്ടുണ്ട് ഇപ്പൊ. മുമ്പ് ഒരു 10 കൊല്ലം മുമ്പ് ഇത് വെറും ഒരു മണലാരണ്യം മാത്രമായിരുന്നു എങ്കിൽ ഇന്ന് ഇതൊരു പൂങ്കാവനം പോലെ സുന്ദരമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിലെ കുട്ടികളുടെ റോള് വളരെയധികം ഉണ്ടാവും. തീർച്ചയായിട്ടും. ഇവിടെ NSS ഉണ്ട്. കൂടാതെ ഫ്ലെമിംഗോ നേച്ചർ ക്ലബ് എന്ന് പറഞ്ഞിട്ട് വളരെ ആക്റ്റീവായിട്ടുള്ള നേച്ചർ ക്ലബ് ഉണ്ട്. മാത്രമല്ല ഹെർബൽ ക്ലബ് എന്ന് പറഞ്ഞൊരു ക്ലബുകളുണ്ട്. ഇതിലെ മെമ്പർമാരൊക്കെ തന്നെ വളരെ താല്പര്യപൂർവ്വം ഇത്തരം ഒരു ഇതില് പങ്കെടുക്കുന്നുണ്ട്. ഞങ്ങളിവിടെ പച്ചക്കറി കൃഷി ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ കപ്പ പോലെയുള്ള സാധനങ്ങളൊക്കെ കൃഷി ചെയ്യാറുണ്ട്. അത് ഇവിടുത്തെ കുട്ടികൾ തന്നെ അത് പഠിക്കുകയും തിന്നുകയും ആഘോഷിക്കുകയും ഒക്കെ ചെയ്യുന്ന രീതി. അപ്പൊ ഈ ഹെർബൽ ക്ലബിൽ എന്താണ് ശരിക്കും ചെയ്യുന്നത് ആക്ടിവിറ്റീസ്? ഹെർബൽ ക്ലബ്ബ് ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 26 ഏക്കർ നമുക്ക് ഭൂമി ഉണ്ടെന്ന് പറഞ്ഞു. അതില് ഇടയ്ക്കിടയ്ക്ക് ഒരു 5-10 ഏക്കറൊക്കെ വേക്കൻ ലാൻഡ് ആയിരുന്ന സ്ഥലത്ത് ഈ ഹെർബൽ ക്ലബിന്റെ കീഴിൽ നമ്മള് വെറ്റുകാര് എന്താ പറയാ രാമച്ചം കൃഷി ചെയ്യും. അതിന് വേണ്ട നേതൃത്വം കൊടുക്കുന്നത് കൃഷി ചെയ്യുന്നത് കുട്ടികളല്ല, പക്ഷെ കുട്ടികളുടെ ഒരു മേൽനോട്ടത്തോടു കൂടെയാണ് അത് നടക്കുന്നത്. പിന്നെ ഹെർബൽ ഔഷധ സസ്യങ്ങളുടെ വലിയൊരു കളക്ഷൻ നമുക്ക് അതിന്റെ നഴ്സറി ഉണ്ട്. ഔഷധ സസ്യങ്ങൾ വലിയ കളക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഔഷധ വൃക്ഷങ്ങള് ഞങ്ങള് വ്യാപിച്ച് പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതലും ക്യാമ്പസില് കൂടുതലും ഞങ്ങള് പഴവർഗ്ഗങ്ങള് അങ്ങനെയുള്ള വൃക്ഷങ്ങൾ കൃഷി ചെയ്യാനാണ് കൂടുതലും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല നമുക്ക് ബയോഡൈവേഴ്സിറ്റി പാർക്ക് പോലെ തന്നെ അത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബയോഗ്യാസ് നമ്മൾ ഹോസ്റ്റലിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ വെർമി കമ്പോസ്റ്റ് ഞങ്ങൾ ഇതിനു വേണ്ടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ കോളേജിൽ തന്നെ ഉണ്ടോ വെർമി കമ്പോസ്റ്റ്? കോളേജ്. അപ്പൊ കുട്ടികൾ ഇതിലൊക്കെ വളരെയധികം ഇൻവോൾവ് ആണ്. വളരെ ഇൻവോൾവ് ആണ്. അപ്പൊ കോളേജ് ക്ലാസ് കഴിഞ്ഞ സമയത്തും അല്ലെങ്കിൽ ക്ലാസ് ഇല്ലാത്ത സമയങ്ങളിലൊക്കെ അവർ വളരെ ആക്റ്റീവായിട്ട്
അതിൽ വളരെ താല്പര്യമുള്ള കുറെ കുട്ടികളുണ്ട്. എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഇപ്പൊ ഇത് കൂടാതെ ഇതിപ്പോ ഒരുപാടെണ്ണം സാറ് പറഞ്ഞു, അതല്ലാതെ ഞങ്ങളുടേതായിട്ടുള്ള കുറെ യുണീക്ക് ആക്ടിവിറ്റീസ് ഉണ്ട്. ഇപ്പൊ ഒന്നെന്താണെന്ന് വിചാരിച്ചാൽ ഡെയിലി ക്വിസ് എന്നും പറഞ്ഞൊരു പരിപാടിയുണ്ട്. ഒരു ബോക്സ് വെച്ച് ഞങ്ങൾ നോട്ടീസ് ബോർഡിൽ ഒരു സമകാലിക ഒരു പ്രശ്നം പത്രങ്ങളിലും ജേർണലിലും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ഇടും. വൈകുന്നേരം 3 മണിക്കുള്ളിൽ അതില് ഉത്തരങ്ങൾ നിക്ഷേപിക്കുക. ശരി ഉത്തരങ്ങളിൽ നിന്ന് നറുക്കെടുപ്പെടുത്തിയിട്ട് ഞാൻ അതിന് പ്രൈസ് കൊടുക്കും. എന്ന് ചെയ്യൂത്? എല്ലാ ദിവസവും. എന്നിട്ടൊരു ബമ്പർ പ്രൈസ് പോലെ ഒരു മാസത്തിലുള്ള ക്വസ്റ്റ്യൻ അങ്ങനെ ചെയ്യാറുണ്ടോ? ബമ്പർ അതില്ല. അതിന് പകരം എന്താ ചെയ്യാന്ന് വെച്ചാൽ മന്ത്ലി ക്വിസ് എന്നും പറഞ്ഞൊരു പരിപാടിയുണ്ട്. അത് സാധാരണ നമ്മൾ ടിവിയിലൊക്കെ കാണുന്നത് പോലെ തന്നെ വലിയൊരു പരിപാടിയായിട്ടാണ് അവതരിപ്പിക്കുക. അതിൽ പല റൗണ്ടുകൾ ഉണ്ടാവും. അതിൽ വലിയ പ്രൈസുകൾ നമ്മൾ കൊടുക്കും. ഓരോ ഡിപ്പാർട്ട്മെന്റ് ആണ് ഓരോ മാസവും ഓരോ ക്വിസ് പ്രോഗ്രാം സ്പോൺസർ ചെയ്യുന്നത്. വളരെ ആക്റ്റീവായിട്ട് നടന്നുകൊണ്ടിരിക്കുക. മറ്റൊന്ന് ഒരു പ്രവർത്തനം ഇപ്പൊ ഇക്കൊല്ലം നടത്തിയൊരു പ്രവർത്തനം വെച്ചാൽ ഈ മൺസൂൺ എപ്പിഡമിക്സ് ഉണ്ടല്ലോ, ആ സമയത്ത് ഇവിടെ മുനിസിപ്പാലിറ്റിയിൽ 17ഓളം സ്കൂളുകളുണ്ട്. ഈ 18,000-ഓളം വിദ്യാർത്ഥികളുണ്ട്. ഈ വിദ്യാർത്ഥികൾക്കൊക്കെ തന്നെ ഇവിടുന്ന് ട്രെയിനിങ് കൊടുത്ത വിദ്യാർത്ഥികൾ പോയിട്ട് അവർക്കൊക്കെ ഉണ്ടായി. ഈ ഇതിനെക്കുറിച്ച് മാത്രമല്ല അവർക്കൊക്കെ തന്നെ പ്രിന്റ് ചെയ്ത ബ്രോഷറുകളും ഇതിന്റെ നിർദ്ദേശങ്ങളും ഒക്കെ കൊടുത്തു. അതിനുശേഷം ആ ഏരിയകളിൽ അവിടുത്തെ ഈ സാധ്യതകളെ കുറിച്ച്, കൊതുകിന്റെയും രോഗസാധ്യതകളെ കുറിച്ച് അവർ വീടുകളിൽ പോയി സർവേ നടത്തി. ഞാൻ സർവേ റിപ്പോർട്ട് ഞങ്ങൾ മുനിസിപ്പാലിറ്റിക്ക് സമർപ്പിക്കാൻ വേണ്ടിയിരിക്കുകയാണ്. അപ്പൊ വളരെ സൊസൈറ്റിക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തത് അല്ലേ? മറ്റുള്ള കോളേജസിൽ പറയുന്ന പോലെ വളരെ ഇപ്പൊ സാറ് നേരത്തെ പറഞ്ഞ പോലെ യുണീക്ക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അത് വളരെയധികം പോകുന്നുണ്ട്. ഇപ്പൊ ഈ അടുത്ത ആഴ്ച ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ മ്യൂറൽ പെയിന്റിംഗ്. ഗുരുവായൂർ കോളേജിന്റെ മ്യൂറൽ പെയിന്റ്, അതിന്റെ പ്രിൻസിപ്പൾ ഞങ്ങളെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. അദ്ദേഹവും 10-20 ആർട്ടിസ്റ്റും ഇവിടെ വരികയാണ്. ഒരു ആഴ്ചത്തെ ഒരു ക്യാമ്പ്, ചുവർചിത്രങ്ങളുടെ ഒരു ക്യാമ്പ് ഞങ്ങൾ ഇവിടെ നടത്താൻ പോവാണ്. അതായത് ഞങ്ങളെ കുട്ടികളും പങ്കെടുക്കും. ഇതൊരു കൊല്ലം മുമ്പേ, 2 കൊല്ലങ്ങൾക്ക് മുമ്പേ ഇതേപോലെ ഒരു ക്യാമ്പ് നടത്തിയിരുന്നു. അന്ന് പെയിന്റിംഗ് ചെയ്ത വളരെ വിലപിടിപ്പുള്ള പെയിന്റുകളൊക്കെ ഞങ്ങളുടെ ചുമരുകളിൽ നിന്നും തൂങ്ങിക്കിടക്കുന്നതാണ്. സ്പോർട്സ് ഐറ്റംസിൽ എങ്ങനെയാണ്? സ്പോർട്സില് ചില സെലക്ടഡ് ഐറ്റത്തില് ഞങ്ങൾ മേടിച്ചിട്ടുണ്ട്. വളരെ കാലങ്ങളായിട്ട് ഇപ്പൊ 3-4 കൊല്ലമായിട്ട് കബഡിയിലെ ഇന്റർകോൺ ചാമ്പ്യന്മാരാണ്. അതുപോലെ റണ്ണറപ്പായിട്ട് വന്നിട്ടുണ്ട് ഫുട്ബോളില്. പിന്നെ ഗുസ്തിയില് പ്രൈസുകളും കിട്ടാറുണ്ട്. നാഷണൽ ലെവലിൽ തന്നെ ബോഡി ബിൽഡേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഞങ്ങൾക്ക് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ പൊന്നാനി MES കോളേജ് ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ക്യാമ്പസ് ടീം ആശംസിക്കുകയാണ്. മറ്റൊന്നെന്താ വെച്ചാൽ ഞങ്ങളുടെ മാനേജ്മെന്റ്, ലോക്കൽ മാനേജ്മെന്റിലെ ചെയർമാൻ കെ മുഹമ്മദ് എന്ന് പറയുന്ന ആളാണ്. പിന്നെ അതിന്റെ സെക്രട്ടറി കടവനാട് മുഹമ്മദ് എന്ന് പറഞ്ഞ ഞങ്ങളൊരു മുൻ അധ്യാപകൻ തന്നെയാണ്. കോളേജിന് വന്ന നേട്ടങ്ങൾക്കൊക്കെ ഈ സമയത്ത് ഞാൻ എന്റെ സഹപ്രവർത്തകരോട് നന്ദി പറയണം. കാരണം അത്രയും ഒത്തൊരുമയുള്ള, അതേപോലെ അർപ്പണബോധമുള്ള, ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള സഹപ്രവർത്തകരാണ് എനിക്ക് ഉള്ളത്. അതുപോലെ തന്നെ എന്റെ വിദ്യാർത്ഥികളൊക്കെ തന്നെ. പൊന്നാനിയെ സംബന്ധിച്ചിടത്തോളം വളരെ രാഷ്ട്രീയ പ്രബുദ്ധമായിട്ടുള്ള ഒരു സ്ഥലമാണ്. കുട്ടികളൊക്കെ തന്നെ രാഷ്ട്രീയ കാര്യങ്ങൾ വളരെ ആക്റ്റീവ്. പക്ഷെ അതേ സമയത്ത് തന്നെ സൗഹാർദ്ദമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത്. വളരെ നല്ല കുട്ടികളാണ് ഞങ്ങൾക്കുള്ളത്. അപ്പൊ അവരോട് ഈ അവസരത്തിൽ കുട്ടികളോടും മാനേജ്മെന്റിനോട് എന്റെ സഹപ്രവർത്തകരോട് ഞാൻ കോളേജിന് വേണ്ടി നന്ദി പറയുന്നു. ഒരു കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് ഇനിയും ആ കോളേജ് ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ക്യാമ്പസ് ടീം ആശംസിക്കുകയാണ് സർ. താങ്ക് യു. ഇങ്ങനെ ഒരു അവസരം തന്നതിൽ ഞാൻ ക്യാമ്പസ് ടൈമിന് നന്ദി പറയുന്നു. ഓക്കെ, താങ്ക് യു സർ. ഹലോ, ക്യാമ്പസ് ടൈമിലേക്ക് സ്വാഗതം. ഞാൻ ലിജിതയാണ്. ലിജിത, ഇപ്പൊ പഠിക്കുകയാണോ അവിടെ? അപ്പൊ പഠിക്കപ്പോ ഡിഗ്രി സെക്കൻഡ് ഇയറാ. ഏതാ വിഷയം? ഞാൻ BSc സുവോളജി. അപ്പൊ സാറ് ഇപ്പൊ കൊറേ വിശേഷങ്ങൾ ഞങ്ങളോട് പറഞ്ഞു. മറ്റു പല ക്യാമ്പസുകളിലും ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് അവിടെ, അല്ലേ? ലിജിത എന്തിലൊക്കെയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാറ്? ഞാൻ സ്പോർട്സിൽ പങ്കെടുക്കാറുണ്ട്, പിന്നെ ക്വിസ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാറുണ്ട്. പ്രൈസ് അടിച്ചോ? എന്നിട്ട് പ്രൈസ് കിട്ടിയോ? പ്രൈസ്